നമസ്കാരം, ശ്യാംലാലാണ്. സൈബർ മലയാളം വീഡിയോകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്കുകളെക്കുറിച്ചും ഞാനിപ്പോൾ വായനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രൈമറി ഡിവൈസിനെ കുറിച്ചുമുള്ള ഒരു കുഞ്ഞു ചർച്ചയാണ്. ഉള്ള വലിയ ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമല്ല. വായന എന്നത് നമ്മുടെ അച്ചടി വായനയിൽ നിന്ന് മാറി പതിയെ ഇലക്ട്രോണിക് വായനയിലേക്ക് മാറിയ ഒരു സമയത്ത് ഞാൻ വാങ്ങിയ ആദ്യ പ്രൊഡക്റ്റുകളിലൊന്നാണ് ഈ കാണുന്നത്. ഇവിടെ ഇത് കിൻഡിലിൻ്റെ വളരെ ആദ്യ സീരീസിൽപ്പെട്ട വളരെ ഒതുക്കമുള്ളതും വളരെ കാലം ഞാൻ ഉപയോഗിച്ചതുമായ ഒരു ബുക്ക് റീഡറാണ്. പലപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ബുക്ക് റീഡറുകൾക്ക് നിങ്ങളുടെ സാധാരണ ടാബ്ലറ്റുകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അതൊരു LCD പാനലായിരുന്നില്ല അത് ഉപയോഗിച്ചിരുന്നത്. ഇങ്ക് ഡിസ്പ്ലേ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മഷി, അതായത് ഒരു ചെറിയ കാർബൺ തരി പോലെ അല്ലെങ്കിൽ മഷി പോലെയുള്ള ഒരു പ്രത്യേക വസ്തു കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇങ്ക് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ബാക്ക് ലിറ്റ് അല്ല, ഇതിൻ്റെ ഫ്രണ്ട് ലിറ്റ്, അതായത് ഒന്നുകിൽ പുറത്തുനിന്നുള്ള വെളിച്ചം കൊണ്ട് മാത്രം വായിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ പുറത്തിവിടെ അഡീഷണലായിട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ LED സോഴ്സിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട് വായിക്കപ്പെടുന്നതാണ്. നമ്മളൊരു പുസ്തകം എങ്ങനെ വായിക്കുന്നോ അതേപോലെ. ഇപ്പം നിങ്ങളൊരു സാധാരണഗതിയിൽ ഒരു പുസ്തകം പ്രിൻ്റഡ് ബുക്ക് നമ്മുടെ കയ്യിലുള്ളപ്പോൾ അതിനകത്ത് കാർബൺ തരികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ അച്ചടി മഷി കൃത്യമായിട്ട് പുരണ്ടാണല്ലോ ഇരിക്കുന്നത്. അതേ ഫീൽ തന്നെ തരാൻ പറ്റുന്ന ഒരു ഉപകരണമായിരുന്നു ബുക്ക് റീഡറുകൾ. ബുക്ക് റീഡറുകൾ ഒരുപക്ഷെ ഏറ്റവും ഫേമസ് ആയ ബുക്ക് റീഡർ എക്കോസിസ്റ്റം തന്നെ ആമസോണിൻ്റെയാണ്. ആമസോൺ എന്ന കമ്പനി ഒരു കൊമേഴ്സ് ഒരു ലെവലിലേക്ക് തുടങ്ങുന്നത് പോലും ബുക്കുകളുടെ കച്ചവടമാണല്ലോ. അപ്പോൾ ആമസോണിനെ സംബന്ധിച്ച് അവരുടെ പുസ്തക കച്ചവടം കൂടുതൽ വിപുലമാക്കാനും ഇലക്ട്രോണിക്കാക്കി മാറ്റാനും വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് കിൻഡിൽ. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കിൻഡിലിനേക്കാൾ ബേസിക് മൂല്യം അതിനകത്തുള്ള പുസ്തകങ്ങൾക്കാണ്. അപ്പോൾ പുസ്തകം വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു മാധ്യമം മാത്രമായിട്ട് ആമസോൺ ഉപയോഗിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ആ കണക്കിന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ നമുക്കിത് സൗജന്യമായിട്ട് തരേണ്ടതാണ്. ആവശ്യത്തിന് പുസ്തകങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഒരു ഉപകരണം അവർ സൗജന്യമായിട്ട് തരേണ്ടതാണ്. അങ്ങനെയല്ല സംഭവിച്ചെന്നുള്ളതുകൊണ്ടും നമ്മളിത് കാശ് കൊടുത്ത് വാങ്ങി. ഇത്തരം ഇങ്കുകൾക്കൊരു കുഴപ്പമുണ്ട്. കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതിയെ ആ ഇങ്കുകളുടെ ക്വാളിറ്റി കുറഞ്ഞു വന്ന് ഇങ്കിൻ്റെ ഡിസ്പ്ലേ പാനലങ്ങ് ഇല്ലാതാവും, വർക്ക് ചെയ്യാതാവുന്നൊരവസ്ഥയുണ്ട്. അത് പൊതുവേ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാത്രം കേസല്ല, ഇഷ്ടംപോലെ പേരുടെ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേപ്പർ വെയ്റ്റിന് ഈക്വലൻ്റായിട്ട് മാറി. പേപ്പർ വെയ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അത് അഡീഷണൽ അടുത്ത വാങ്ങിയ ഉപകരണം ആമസോണിൻ്റെ തന്നെ കിൻഡിൽ പേപ്പർ വൈറ്റാണ്. പേപ്പർ വെയ്റ്റ് എന്നാണ് നേരത്തെ പറഞ്ഞത്, ഇത് പേപ്പർ വൈറ്റാണ്. പേപ്പർ വൈറ്റ് ഉപകരണമാണ് അടുത്ത വാങ്ങിയത്. കുറച്ചുകൂടെ തെളിമയുള്ള ഡിസ്പ്ലേ ഉണ്ട് എന്നൊക്കെ മട്ടിൽ. വാങ്ങിയെന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയായിരിക്കില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനം ഞാൻ കൈവശപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയെന്ന വാക്ക് അത്ര കറക്റ്റല്ല. ശരി, എന്തായാലും ഞാൻ ഇത് ഉപയോഗിക്കുന്നു, കുറേ കാലം ഉപയോഗിച്ചു. അതിനുശേഷം ഇതൊരു സ്വാഭാവിക മരണത്തിലേക്ക് പോയി കഴിഞ്ഞതോടുകൂടി കിൻഡിൽ എക്കോസിസ്റ്റത്തോട്, പ്രത്യേകിച്ച് ബുക്കുകളോട് എനിക്ക് ഇച്ചിരി താല്പര്യം കുറഞ്ഞു. അതിന് വേറൊരു വലിയ കാര്യമുണ്ട്. ബുക്കിൻ്റെ ഫോർമാറ്റിലോട്ടത് മാറ്റിയെടുക്കുക ഉൾപ്പെടെയുള്ള തലവേദനകൾ അഡീഷണലായിട്ട് ഈ സംഭവത്തിലുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് പെട്ടെന്നൊരു PDF ഫയൽ വായിക്കാനൊക്കെ പറ്റിയ ഒരു സാധനമായിരുന്നില്ല അത്. പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ കയ്യിലുള്ള ഒരു ടാബ്ലറ്റ്, ഒരു iPad ഉപയോഗിച്ച് എൻ്റെ വായനകളിലേക്ക് മാറി. പറ്റുമ്പോഴൊക്കെ പ്രിൻ്റഡ് പുസ്തകങ്ങൾ വായിക്കുമെങ്കിൽ എപ്പോഴും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് യാത്രകളിൽ iPadലേക്ക് മാറ്റി. അപ്പോഴും എനിക്ക് ആമസോണിൻ്റെ എക്കോസിസ്റ്റത്തോട് വളരെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഒരു ഉപകരണം വാങ്ങിയിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കിൻഡിൽ തന്നെയാണ്. കിൻഡിലിൻ്റെ ഫയർ സീരീസിൽപ്പെട്ട ടാബ്ലറ്റാണ്. കിൻഡിൽ ഫയർ 8 12th ജനറേഷൻ എന്ന് പറയുന്ന ടാബ്ലറ്റാണ്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങളിപ്പോൾ ഇത് സ്ക്രീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബേസിക്കലി ഇതൊരു LCD ആണ്. സാധാരണ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ടാബ്ലറ്റുകൾ പോലെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന, അതായത് എനിക്ക് തോന്നുന്നു $80 $100 അടുത്ത് മാത്രം വില വരുന്ന വളരെ വിലക്കുറവുള്ളൊരു ടാബ്ലറ്റാണ്. എന്നാൽ ആ വിലയ്ക്ക് കിട്ടുന്ന മറ്റ് ടാബ്ലറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തരുന്ന ഉപകരണമാണ്. കൃത്യം വില ഞാൻ മറന്നുപോയി. ഇത് അമേരിക്കയിലുള്ളൊരു സുഹൃത്ത് വഴി ഞാൻ കൈവശപ്പെടുത്തിയ സാധനമാണ്. അതിൻ്റെ കാശ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ കൃത്യമായ വില ഓർമ്മയില്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ ഞാൻ പലപ്പോഴും ഏറ്റവും കണ്ടിട്ടുള്ള കാര്യങ്ങളിലൊന്ന്, ആമസോൺ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു സാധനം വിൽക്കുന്നില്ല എന്ന് തുടക്കം മുതലേ ആലോചിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഒരുപക്ഷെ അവർക്കത്ര ഫേവറബിൾ ആയിരുന്നിരിക്കില്ല. ഇന്ത്യയിലെ പൊതുവെയുള്ള കിൻഡിൽ കച്ചവടം ആമസോൺ നിർത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമല്ല ഈ സാധനം. എങ്കിലും എന്നെ സംബന്ധിച്ച് ഞാനൊരു റിവ്യൂ ഇടുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ റിവ്യൂ ഇടുന്നു. ആമസോണിനോട് അഭ്യർത്ഥിക്കുന്നു, പറ്റുമെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്കും വേണ്ടി ഇത് അവൈലബിൾ ആക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നോർമലി പറഞ്ഞ പോലെ കിൻഡിൽ എക്കോസിസ്റ്റം അതേപോലെ ഇതിനകത്തുണ്ട്. അതുകൂടാതെ എൻ്റെ പ്രൈമറി റീസൺസിലൊന്ന്, എനിക്ക് ഈ കാണുന്ന ബുക്ക് ഷെൽഫ് എന്ന് പറയുന്ന ഈ ആപ്പ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ സാങ്കേതിക കാര്യങ്ങളിലെ മിക്ക സബ്സ്ക്രിപ്ഷനുകളും ബേസിക്കലി വരുന്നത് ഈ ഒരു ബുക്ക് ഷെൽഫിലൂടെയാണ്. അപ്പോൾ എൻ്റെ വായനകൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റായ ഉപകരണങ്ങളിലൊന്നായിട്ട് ഇത് മാറുന്നുണ്ട്. ഇത് ഇവാൻറ്റേജ് ബുക്ക് ഷെൽഫ് എന്നൊരു ആപ്ലിക്കേഷനാണ്. അതിന് കിൻഡിൽ സപ്പോർട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഞാൻ കിൻഡിൽ എടുത്തത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സൂം മീറ്റിങ്ങുകളും ടീം മീറ്റിങ്ങുകളും വെബെക്സ് സെഷൻസും ഒക്കെ നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് പങ്കെടുക്കാം. വലിയ തരക്കേടില്ലാത്ത ക്വാളിറ്റിയുള്ളൊരു ഫ്രണ്ട് ക്യാമറയും പിന്നെ ബാക്ക് ക്യാമറയും ഉണ്ട്. തരക്കേടില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രൈമറി പർപ്പസ് അങ്ങനെയൊരു എൻ്റർടൈൻമെൻറ്റ് ഉപകരണം അല്ലാത്തതുകൊണ്ട് അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. അതിനുള്ള വിലയേ ഉള്ളൂ ഈ സാധനത്തിന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെയാണ് ഉൽപ്പന്നം എന്നുള്ളതുകൊണ്ട് പ്രൈം വീഡിയോസ് ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. നല്ല ക്വാളിറ്റിയിൽ സിനിമകൾ കാണാം. നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാനിത് രണ്ടും താല്പര്യപ്പെട്ടില്ല. കാരണം എൻ്റെ പ്രൈമറി ഉദ്ദേശം ഇത് വായനയ്ക്കുള്ള ഉപകരണമായതുകൊണ്ട് കഴിവതും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അഡീഷണലായ കമ്പോണൻറ്റുകളൊന്നും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ളൊരു ചെറിയ റിവ്യൂ. നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, മറ്റ് രാജ്യങ്ങളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് കാണുന്നവർ മറ്റ് രാജ്യങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത ഒരു ഉപകരണമാണിത്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കവർ കൂടെ ഞാൻ സംഘടിപ്പിച്ചു. ആ കവറിനകത്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഈ സാധനം കൊണ്ടു നടക്കാം. അപ്പോൾ ഒരു നോർമൽ ഒരു പുസ്തകം കൊണ്ടു നടക്കുന്ന പോലെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പ്രൈമറി വായന ഉപകരണമായിട്ട് എൻ്റെ കയ്യിലുള്ള സാധനം ഇതാണ്. ഒരു കുഞ്ഞ് റിവ്യൂ ആയിരുന്നു. ആർക്കെങ്കിലും ഒക്കെ, എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ കച്ചവടമുള്ള സാധനത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്പെടണമെന്നില്ല. എങ്കിലും താല്പര്യമുള്ള ആർക്കെങ്കിലുമൊക്കെ ഒരു കളക്ട് ചെയ്യാൻ പറ്റുന്ന അധികം വിലയില്ലാത്ത നിലവാരമുള്ള ഒരു വായനാ ഉപകരണമാണിത്. നിങ്ങൾക്ക് PDF അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് നോർമൽ കിൻഡിൽ ഫോർമാറ്റിൽ നിന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനാണെങ്കിൽ ഇതിപ്പോഴും കുഴപ്പമില്ലാത്ത ചോയ്സാണ്. ഇന്ത്യയിലെ പൊതുവെയുള്ള വിൽപ്പന ഓൾമോസ്റ്റ് ഇല്ലാതായെന്ന് തോന്നി ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ വിൽപ്പന. ബുക്ക് നമുക്ക് സ്പെഷ്യൽ പർപ്പസ് ഡെഡിക്കേറ്റഡ് ഉപകരണങ്ങളോടുള്ള താല്പര്യം നമുക്ക് കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ വിപണിയും അതനുസരിച്ച് പൊതുവെ മാറുന്നു തോന്നുന്നു. എന്തായാലും ഒരു കുഞ്ഞു റിവ്യൂ ആണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നന്ദി.